ഇന്ത്യയുടെ ഓപ്പണർമാർ റെക്കോർഡ് കൂട്ടുകെട്ടുമായി നിറഞ്ഞാടിയപ്പോൾ വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് ന്യൂസിലാൻഡിന് മേൽ വമ്പൻ ജയം. സ്മൃതി മന്ദാനയും പ്രതിക റാവലും ചേർന്നാണ് ഇന്ത്യക്ക് വേണ്ടി റെക്കോർഡ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയത്. തുടർന്ന് വന്ന ജമീമ റോഡ്രിഗസും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം നടത്തിയപ്പോൾ ഇന്ത്യ 49 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 340 എന്ന പടുകൂറ്റൻ സ്കോറാണ് നേടിയത്. 2 സിക്സിന്റെയും 13 ഫോറിന്റെയും സഹായത്തോടെ 134 പന്തിൽ നിന്നും പ്രതീക റാവൽ 122 റൺസ് എടുത്തപ്പോൾ 4 സിക്സിന്റെയും 10 ഫോറിന്റെയും അകമ്പടിയോടെ 95 പന്തിൽ നിന്നും 109 റൺസാണ് സ്മൃതി മന്ദാന എടുത്തത്. 33.2 ഓവറിൽ 212 റൺസാണ് ഓപ്പണിംഗിൽ ഇവർ കൂട്ടിച്ചേർത്തത്. തുടർന്ന് വന്ന ജമീമ റോഡ്രിഗസ് 55 പന്തിൽ 76 റൺസ് നേടി. 11 ഫോറുകളാണ് ജമീമ നേടിയത്. ഹർമൻപ്രീത് കൗർ 11 പന്തിൽ 10 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ റിച്ച ഘോഷ് 1 പന്തിൽ 4 റൺസുമായി പുറത്താകാതെ നിന്നു. അങ്ങനെ മഴ മൂലം വെട്ടിച്ചുരുക്കിയ 49 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസ് ഇന്ത്യ നേടി. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ന്യൂസിലാൻഡ് നന്നായി പൊരുതി തന്നെയാണ് കീഴടങ്ങിയത്. സൂസി ബേറ്റ്സിനെ അവർക്ക് പെട്ടെന്ന് തന്നെ നഷ്ടമായിരുന്നു. 1 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ പ്ലിമ്മറും അമേലിയ കെറും ചേർന്ന് അവരെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയി. 30 റൺസ് പ്ലിമ്മർ എടുത്തപ്പോൾ അമേലിയ കെർ 45 റൺസാണ് എടുത്തത്. തുടർന്ന് വന്ന സോഫി ഡിവൈൻ 6 റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ ഹാലിഡെ മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി. 84 പന്തിൽ 81 റൺസ് എടുത്ത് അവരുടെ ടോപ്പ് സ്കോററുമായി. മാഡി ഗ്രീൻ 18 റൺസ് എടുത്തപ്പോൾ ടിസി ഗെയ്സ് 51 പന്തിൽ 65 റൺസ് നേടി. ജെസി കർ 18 റൺസുമായി മടങ്ങിയപ്പോൾ റോസ്മേരി മായർ 1 റൺസാണ് നേടിയത്. അങ്ങനെ മഴ മൂലം ന്യൂസിലാൻഡിന്റെ വിജയലക്ഷ്യം 44 ഓവറിൽ 325 എന്നാക്കി മാറ്റി. എന്നാൽ 44 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 271 റൺസ് എടുക്കാൻ മാത്രമേ അവർക്കായുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി ബോൾ എടുത്തവരെല്ലാം വിക്കറ്റ് നേടി. രേണുക സിംഗും ക്രാന്തി ഗൌഡും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ സ്നേഹ റാണയും ചരണി, ദീപ്തി ശർമ്മ, പ്രതീക് റാവൽ എന്നിവർ ഓരോ വിക്കറ്റും നേടി. അങ്ങനെ 53 റൺസിന്റെ വമ്പൻ വിജയം നേടി സെമി ഫൈനൽ ഏതാണ്ട് ഇന്ത്യ ഉറപ്പിച്ചു.